നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ മാസം 2000 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ് പെൻഷൻ 2500 രൂപയാക്കുമെന്നുള്ളത്. അതിലേക്കാണ് ഇപ്പോൾ സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിൽ പോകുന്നത്. ആർക്കെല്ലാമായിരിക്കും ഈ 2500 രൂപയുടെ വർധനവ് കൊണ്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുക? തുടർന്നും പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? എന്ന് മുതലായിരിക്കും ഈ ഒരു പെൻഷൻ വർധന ഉണ്ടായിരിക്കുക? അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ 1000 രൂപയുടെ പെൻഷൻ വിതരണം എന്നാണ് തുടങ്ങുക? ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണം എപ്പോൾ ലഭിക്കും എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. 2025 ഡിസംബർ വരെയുള്ള എല്ലാ പെൻഷൻ കുടിശ്ശികയും ഇപ്പോൾ സർക്കാർ കൊടുത്തു തീർത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പെൻഷൻ കുടിശ്ശിക വല്ലതും ബാക്കിയുണ്ടെങ്കിൽ യെസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി 2026 ജനുവരി മാസം മുതലുള്ള പെൻഷൻ വിതരണമാണ് നടക്കാൻ പോകുന്നത്. അതിൽ ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണം 15-ാം തീയതിക്ക് ശേഷം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഒരു വർഷത്തെ താൽക്കാലിക ബജറ്റ് അവതരണമായിരിക്കും ജനുവരി 10-ന് ശേഷം ഉണ്ടായിരിക്കുക. നമുക്കറിയാം, ഇനി 3-4 മാസങ്ങൾക്കപ്പുറം നിയമസഭാ ഇലക്ഷനാണ്. പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുന്നതുവരെയുള്ള കാലത്തേക്കുള്ള ബജറ്റായിരിക്കും ഇപ്പോൾ അവതരിപ്പിക്കുക. ഈ ഒരു ബജറ്റിലായിരിക്കും 2500 രൂപയുടെ പെൻഷൻ വിതരണവും അതുപോലെ തന്നെ മറ്റ് ഒട്ടനവധി ആനുകൂല്യങ്ങളെക്കുറിച്ചും പറയുക. അതിൻ്റെ പ്രാരംഭ നടപടികളെല്ലാം ഇപ്പോൾ തന്നെ പൂർത്തിയായിട്ടുണ്ട്. സർക്കാരിൻ്റെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യമായിരുന്നു പെൻഷൻ വർധനവ് ഉണ്ടായിരിക്കുമെന്നുള്ളത്. ഏകദേശം 8 വർഷത്തോളം 2000 രൂപ ലഭിച്ചു, 1600 രൂപ ലഭിച്ചു. അതിനുശേഷം കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായി തന്നെ നമുക്ക് 400 രൂപ കൂട്ടി 2000 രൂപയായിരുന്നു ലഭിച്ചു. അത് ഡിസംബർ മാസത്തിൽ തന്നെ ആ ഒരു വർധനവ് വരികയും നമുക്ക് എല്ലാ ആളുകൾക്കും, പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും ആ വർധനവ് ലഭിക്കുകയും ചെയ്തു. ഇനിയൊരു ജനുവരി മാസം അതല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ മുതലായിരിക്കും നമുക്ക് 2500 രൂപയുടെ വർധനവ് ഉണ്ടായിരിക്കുക. സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും യഥാസമയം തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് പെൻഷൻ മസ്റ്ററിംഗ് ആയാലും ശരി, വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ തന്നെ സത്യമൂലമായാലും ശരി, വരുമാന സർട്ടിഫിക്കറ്റ് നൽകാൻ ആവശ്യപ്പെടുന്ന ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകുന്നതായാലും ശരി, എന്ത് കാര്യങ്ങളായാലും സർക്കാർ പറയുന്ന കാര്യങ്ങൾ യഥാസമയം തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിന് മുടക്കം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് പെൻഷൻ മുടങ്ങും. പല ആളുകളും ഇക്കാര്യങ്ങളെല്ലാം സർക്കാരിൻ്റെ അറിയിപ്പുകൾ വരുന്ന സമയത്ത് അത് സീരിയസ് ആയി എടുക്കില്ല. പിന്നീട് പെൻഷൻ മുടങ്ങുന്ന ആ സമയത്ത് മാത്രമായിരിക്കും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് വിധവാ പെൻഷൻ വാങ്ങുന്ന ആൾ നൽകേണ്ട സത്യാമൂലം, അതും കറക്റ്റ് സമയത്ത് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക്, നിലവിൽ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്കുള്ള പെൻഷൻ, അതിൻ്റെ അപേക്ഷ ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. കെ-സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയാണ് അപേക്ഷ കൊടുത്തത്. അങ്ങനെ അപേക്ഷ കൊടുത്ത ആളുടെ എല്ലാം ഡോക്യുമെൻ്റ് ഇപ്പോൾ വെരിഫൈ ചെയ്യുകയാണ്. ഇതിൽ 2 കാര്യം മാത്രമാണ് നോക്കുന്നത്. ഒന്ന്, 35 വയസ്സ് മുതൽ 60 വയസ്സുള്ള സ്ത്രീകളാണോ, അതുപോലെ തന്നെ നിലവിൽ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡിൽ ഉൾപ്പെട്ട അംഗങ്ങളാണോ, അവർക്ക് മറ്റേതെങ്കിലും ആനുകൂല്യങ്ങളോ പെൻഷൻ ലഭിക്കുന്നുണ്ടോ, ഈ ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ നോക്കുന്നത്. അങ്ങനെയുള്ള പെൻഷൻ ഉപഭോക്താക്കൾക്കായിരിക്കും ജനുവരി മാസം മുതൽ അവർക്കും 1000 രൂപ പെൻഷൻ ലഭിക്കുക. അവർ ഇനി മസ്റ്ററിംഗ് ചെയ്യേണ്ടി വരും, മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് വരും ദിവസങ്ങൾ മാത്രമാണ് അറിയാൻ സാധിക്കുക. മറ്റ് പെൻഷൻകാർ ചെയ്യുന്നത് പോലെ അവരും ചിലപ്പോൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടി വരുമെങ്കിൽ മാത്രമായിരിക്കും അവർക്കും പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഇതുപോലത്തെ അറിയിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കാൻ